നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നീ ആഗ്രഹിക്കുന്നത് എൻ്റെ ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ അതിനെനിക്ക് ഓക്കെയാണ്. എന്നാൽ പഴയ റിലേഷൻ പുതുക്കാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് നീ കാത്തിരിക്കണ്ട. നിനക്ക് നിരാശയുണ്ടാകൂ, ദേവൻ പറഞ്ഞു. അന്ന് നമ്മൾ തമ്മിൽ പിരിഞ്ഞതിന് ശേഷം നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് നീ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു നിനക്ക്? എത്ര വഴക്കിട്ടാലും ഒരിക്കലും പിണങ്ങാതെ സ്നേഹം മാത്രം നൽകി എന്നും നെഞ്ചോട് ചേർന്നുറങ്ങുന്ന ഭാര്യ, 5-6 കുഞ്ഞുങ്ങൾ, അമ്മ, ഏട്ടൻ, ഏടത്തി, അവരുടെ കുഞ്ഞുങ്ങൾ, എല്ലാവരും ഒരു വീട്ടിൽ. ഒരിക്കലും വഴക്കോ തർക്കങ്ങളോ ഇല്ലാതെ കളിയും ചിരിയുമായി സ്നേഹിക്കുന്ന മനസ്സുകൾക്കിടയിൽ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് ജീവിക്കാൻ സ്വർഗം പോലൊരു വീട്. നിന്റെ ഈ മനോഹര ആശയാ എന്നെ നിന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. നമ്മൾ തമ്മിൽ പരസ്പരം സംസാരിച്ച് പിരിയുമ്പോഴും എൻ്റെ ഉള്ളം നീറിയത് നിന്നോടൊത്തുള്ള ആ മനോഹരമായ നിമിഷങ്ങൾ നഷ്ടമാകുന്നതോർത്തിട്ടാ. ആ നീ ഇന്ന് സ്വന്തമെന്ന് പറയാൻ ഒരാൾ പോലും ഇല്ലാതെ ആ വീട്ടിൽ ജോലിക്കാരോടൊപ്പം. കുടുംബത്തെക്കുറിച്ച് ഇത്ര മനോഹരമായി സ്വപ്നം കണ്ടിരുന്ന നീ എന്തുകൊണ്ട് കുടുംബം വേണ്ടെന്ന് വിചാരിക്കുന്നു? ഏട്ടനല്ലേ മരണപ്പെട്ടിട്ടുള്ളൂ. ഭാര്യയും കുഞ്ഞുങ്ങളുമായി അമ്മയോടൊപ്പം ആ വീടൊരു സ്വർഗ്ഗമാക്കിക്കൂടെ ദേവ? അഞ്ജലി ചോദിച്ചു. കുടുംബത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നതുകൊണ്ടാകാം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സന്തോഷം ദൈവം തരാതിരുന്നത്. ചില നേരങ്ങളിൽ നമ്മൾ നെയ്യുന്ന സ്വപ്നങ്ങൾക്ക് നമ്മുടെ വിധിയേക്കാൾ ആയുസ്സുണ്ടാകാറില്ല. കുടുംബത്തെക്കുറിച്ച് ഞാൻ മനസ്സിൽ കെട്ടിപ്പടുത്ത കൊട്ടാരം വെറും ചീട്ടുകൊട്ടാരമാണെന്നും തകർന്നടിയുമെന്നും ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ദൈവം ചിലപ്പോൾ ചിലരെ മോഹിപ്പിക്കുന്നത് അവർക്ക് നൽകാനല്ല, മറിച്ച് നഷ്ടങ്ങളുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് പഠിപ്പിക്കാനായിരിക്കും. ഞാനത് പഠിച്ചു കഴിഞ്ഞു. സർവവും നഷ്ടപ്പെട്ടു എനിക്ക്. ജീവിതത്തിലിപ്പോൾ ഞാൻ തനിച്ചാ. നിന്നെ വിവാഹം കഴിക്കാൻ കഴിയില്ലെന്ന് നിന്നോട് പറഞ്ഞ ആ നിമിഷ എൻ്റെ ജീവിതത്തിലെ പരാജയത്തിന് തുടക്കം. പറഞ്ഞു മോഹിപ്പിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ തന്ന് കൈയൊഴിഞ്ഞപ്പോൾ നീ എന്നെ ഒരുപാട് ശപിച്ചിട്ടുണ്ടാവുമല്ലേ? ദേവൻ ചോദിച്ചു. ദേവൻ, ഞാൻ നിന്നെ ശപിക്കേ? എനിക്കതിന് കഴിയോ? നമ്മൾ ഒന്നിച്ചാ ജീവിതം സ്വപ്നം കണ്ടത്. പരസ്പരം പിരിയാൻ തീരുമാനിച്ചതും ഒന്നിച്ചാ. ശപിക്കാൻ നീ എന്നെ ചതിക്കുകയായിരുന്നില്ലല്ലോ. എന്നെ നിന്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ കഴിയില്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തുമായിരുന്നില്ലേ? അന്ന് ഞാൻ പൂർണ്ണമായി നിന്നെ എൻ്റെ മനസ്സിൽ നിന്ന് കളഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കള്ളമായിരിക്കും. എങ്കിലും മറ്റൊരാളോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ മനസ്സുകൊണ്ട് പോലും ഞാൻ അയാളെ വഞ്ചിച്ചിട്ടില്ല. ഞങ്ങൾക്കിടയിലെ മറ്റ് ചില കാരണങ്ങളാ ഞങ്ങൾ തമ്മിൽ പിരിയാൻ കാരണം. പിന്നെ ഞാൻ എന്തിന് നിന്നെ ശപിക്കണം ദേവ? അഞ്ജലി ചോദിച്ചു. നീ നിന്റെ ഹസ്ബൻഡിനെ വഞ്ചിച്ചിട്ടില്ലെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഈ ഫ്രണ്ട്ഷിപ്പ് വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമായി തുടരണം. നമ്മൾ ഒന്നിച്ച് കണ്ട ആ ജീവിതം ഇന്ന് എൻ്റെ മനസ്സിലില്ല അഞ്ജലി. അതെല്ലാം എന്നേക്കുമായി എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. ഒന്നെങ്കിൽ നീ നിന്റെ ഹസ്ബൻഡുമായി പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് വീണ്ടും ഒന്നിച്ച് ജീവിക്കാൻ നോക്ക്. അല്ലെങ്കിൽ മറ്റൊരാളെ കണ്ടെത്തി വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക്. നിനക്കറിയാത്ത പല കാരണങ്ങൾ കൊണ്ട് കുടുംബജീവിതം വെറുത്തവനാ ഞാൻ. ഇനി ഒരു പെണ്ണിനെയും വിശ്വസിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ കഴിയില്ലെന്നുറച്ച് ഏകാന്തമായി ജീവിക്കാൻ ആഗ്രഹിച്ചവൻ. അങ്ങനെയുള്ള എൻ്റെ മനസ്സിലേക്ക് നിന്റെ രൂപം വരുന്നില്ല അഞ്ജലി, ദേവൻ അഞ്ജലിയോട് പറഞ്ഞു. എന്നിട്ട് മനസ്സിൽ ചിന്തിച്ചു. അവിടേക്കിപ്പോൾ കയറി വരുന്ന ഒരേയൊരു രൂപം ഗൗരിയുടേത് മാത്രാ. ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാൽ അവൾ എന്നിൽ നിന്ന് അകലുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഏതോ ഒരു മുൻജന്മ ബന്ധം പോലെ അദൃശ്യമായ ഏതൊരു ശക്തിയാ അവളെ എന്നിലേക്ക് അടുപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ദേവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് അഞ്ജലി അവൻ്റെ തോളിൽ പിടിച്ച് കുലുക്കി ചോദിച്ചു. ദേവൻ, നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല അഞ്ജലി. എനിക്ക് നിന്നെ പഴയതുപോലെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കുമെന്ന് നിനക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പ്ലീസ് അഞ്ജലി, നിന്റെ മനസ്സിലെ ആ ചിന്തകൾ മാറ്റ്. നമുക്ക് നല്ല ഫ്രണ്ട്സായി തന്നെ തുടരാം, ദേവൻ പറഞ്ഞു. ഓക്കെ ദേവൻ, പക്ഷേ നിനക്ക് എന്നെങ്കിലും ഒരിക്കൽ ഒരു കുടുംബജീവിതം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് നീ എനിക്ക് തരണം, അഞ്ജലി പറഞ്ഞു. അഞ്ജലി, ഇനി എനിക്കതിന് സാധിക്കില്ല, ഷുവർ, ദേവൻ പറഞ്ഞു. ഞാൻ കാത്തിരിക്കാൻ ദേവ, എനിക്ക് ഉറപ്പുണ്ട്. നീ സ്വപ്നം കണ്ട, അല്ല നമ്മൾ ഒന്നിച്ച് സ്വപ്നം കണ്ട ആ ജീവിതം നമ്മൾ ജീവിക്കും എന്ന് കരുതി ഇപ്പം ഞാനെടുത്ത തീരുമാനം മാറ്റുന്നില്ല. ഞാൻ റിസൈൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. നമുക്കിടയിലുണ്ടാകുന്ന ഈ അകലം ഒരുപക്ഷെ നിന്റെ തീരുമാനത്തെ മാറ്റിയേക്കാമെന്ന് എനിക്ക് തോന്നുന്നു, അഞ്ജലി പറഞ്ഞു. ഇല്ല അഞ്ജലി, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്, ദേവൻ പറഞ്ഞു. നമുക്ക് നോക്കാം ദേവൻ.
എന്നെ കാണാതിരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ എന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നുണ്ടോ എന്ന്. തീർച്ചയായും നീ എന്നെ തിരിച്ചറിയുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഞാൻ മാറാൻ തയ്യാറായിക്കൊള്ളാം എന്ന് പറഞ്ഞ് അഞ്ജലി അവിടുന്ന് പോയി. എന്തു പറഞ്ഞ് ഞാൻ ഇവളെ മനസ്സിലാക്കും? സത്യങ്ങൾ ഒരിക്കലും തുറന്നു പറയാൻ കഴിയില്ല, ദേവൻ ചിന്തിച്ചു. എന്നിട്ട് ആ റെസിഗ്നേഷൻ ലെറ്റർ സ്കാൻ ചെയ്ത് രാജീവിന് മെയിൽ ചെയ്തു. അഞ്ജലി അവളുടെ സീറ്റിൽ പോയിരുന്ന് വെറുപ്പോടെ ഗൗരിയെ നോക്കി മനസ്സിൽ ചിന്തിച്ചു. ഇപ്പം എൻ്റെ പ്രശ്നം നീയാ. നിന്നെ എന്തുകൊണ്ട് ദേവൻ സപ്പോർട്ട് ചെയ്യുന്നു? നിന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴേക്കും ദേവൻ ഇത്ര ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാ? നീ വന്നതിന് ശേഷാ ദേവൻ എന്നെ കൂടുതൽ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയത്. നീ ഇപ്പോൾ മാരീഡാണ്, എങ്കിൽ പോലും ദേവൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു. സാധാരണ ഇറഗുലറായി ഓഫീസിലെത്തുന്നവരോട് ദേവൻ ക്ഷമിക്കാറില്ല. നീ പറയാതെ ലീവ് എടുത്തിട്ട് പോലും ദേവൻ നിന്നെ ഒന്നും പറയുന്നില്ല. എന്നാൽ ഞാൻ ദേവൻ്റെ ഫ്രണ്ടാ. ഒരു ചെറിയ കാര്യത്തിന് പോലും ദേവൻ എന്നോട് ഷാർപ്പായിയാ സംസാരിക്കുന്നത്. അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. നിന്നെ ഞാൻ ഇവിടുന്ന് തുരത്തിയിരിക്കും. ഈ റെസിഗ്നേഷൻ ലെറ്റർ എനിക്ക് അതിനുള്ളൊരു മറയാ. ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞിറങ്ങി നടക്കുമ്പോൾ ദീപ ഗൗരിയോട് ചോദിച്ചു, നിനക്ക് പോകാനുള്ളത് ഈ വഴി തന്നെയാണോ? അതെ, അവൾ പറഞ്ഞു. ഗൗരി, ഞാൻ ചോദിക്കുന്നത് കൊണ്ട് മറ്റൊന്നും വിചാരിക്കരുത്, ദീപ പറഞ്ഞപ്പോഴേക്കും ഗൗരി പറഞ്ഞു. ചേച്ചി പ്ലീസ്, എന്നോടൊന്നും ചോദിക്കരുത്. ശരി, നിനക്ക് എന്ന് പറയാൻ തോന്നുന്നോ അന്ന് പറഞ്ഞാൽ മതി. അതുവരെ ഞാൻ ഒന്നും ചോദിക്കുന്നില്ല, ദീപ പറഞ്ഞു. അപ്പോൾ ഗൗരി ദീപയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. അവർക്ക് പോകാനുള്ള ബസ് വന്നപ്പോൾ അവർ അതിൽ കയറിപ്പോയി. ഗൗരി കൃത്യമായി ദേവൻ്റെ വീട്ടിലേക്കുള്ള സ്റ്റോപ്പിൽ ഇറങ്ങി അവിടേക്ക് നടന്നു. മഹേന്ദ്രത്തിലെത്തി കോളിംഗ് ബെല്ലടിച്ച് ഗൗരി പുറത്ത് വെയിറ്റ് ചെയ്തു. അപ്പോൾ രാമേട്ടൻ വന്ന് ഡോർ തുറന്നു കൊടുത്തു ചോദിച്ചു, ബസ്സിൽ തിരക്കുണ്ടായിരുന്നോ മോളെ? എല്ലാ ഓഫീസുകളിൽ നിന്നും ജോലി കഴിഞ്ഞിറങ്ങുന്ന ആൾക്കാരുണ്ടാവുമല്ലോ രാമേട്ടാ, അതുകൊണ്ട് ഈ നേരത്തെ ബസ്സിലെല്ലാം നല്ല തിരക്കുണ്ടാകും എന്ന് പറഞ്ഞ് ഗൗരി അവളുടെ റൂമിലേക്ക് പോയി. കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം കിച്ചണിലേക്ക് വന്ന ഗൗരിക്ക് മുന്നിലേക്ക് ചായയും സ്നാക്സും നീട്ടിപ്പിടിച്ച് രാമേട്ടൻ പറഞ്ഞു, ഇത് കഴിച്ചിട്ട് മോള് പോയി വിശ്രമിച്ചോ. ജോലി കഴിഞ്ഞ് വന്നതല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. അത് കേട്ട് അവൾക്ക് അത്ഭുതവും സന്തോഷവും തോന്നി. അറിയാതെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. തൻ്റെ അച്ഛൻ പോലും ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നത് കണ്ട് രാമേട്ടൻ ചോദിച്ചു, എന്താ മോളെ കരയുന്നത്? ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഓഫീസിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല രാമേട്ട, ഗൗരി പറഞ്ഞു. പിന്നെന്തിനാ മോള് കരയുന്നത്? രാമേട്ടൻ ചോദിച്ചു. ഞാൻ കരഞ്ഞതല്ല രാമേട്ട, അറിയാതെ കണ്ണിൽ നിന്ന് വെള്ളം വന്നതാ. രാവിലെ എഴുന്നേറ്റ് രാത്രി വൈകി കിടക്കുന്നത് വരെ വീട്ടിൽ ജോലി ഉണ്ടാവും. എങ്കിലും ഇതുവരെ ഒരാളും ഞാൻ കഴിച്ചോ എന്നോ ക്ഷീണിച്ചോ എന്നോ ചോദിച്ചിട്ടില്ല. രാമേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കറിയാതെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുപോയി, ഗൗരി പറഞ്ഞു. കഴിഞ്ഞതെല്ലാം പോട്ടെ മോളെ, ഇനി അതെല്ലാം ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. അതെല്ലാം മറന്നേക്ക്. ഇവിടെ മോൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല, രാമേട്ടൻ പറഞ്ഞു. അവൾ ചായ കുടിച്ചു കഴിഞ്ഞ് രാമേട്ടൻ്റെ കൂടെ കിച്ചണിൽ സഹായിക്കാൻ നിന്നു. ദീപം തെളിയിക്കേണ്ട സമയമായപ്പോൾ പൂജാമുറിയിൽ കയറി ദീപം തെളിയിച്ച് ചന്ദനത്തിരിയും കുന്തിരിക്കവും കത്തിച്ചു വെച്ച് അവിടമെല്ലാം സുഗന്ധം നിറച്ചു. അതിനുശേഷം ദീപം എടുത്ത് പുറത്തേക്ക് നടന്നു വരുമ്പോൾ ദേവൻ ഓഫീസിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. ദീപം കൊണ്ട് ഡോറിനടുത്തെത്തിയപ്പോൾ കാറ്റിൽ ദീപം അണയാൻ തുടങ്ങിയപ്പോൾ ഗൗരി വേഗം വലം കൈകൊണ്ട് കാറ്റിനെ മറച്ചു. ആ സമയം തന്നെ ദേവനും അവൻ്റെ വലം കൈകൊണ്ട് കാറ്റിനെ മറച്ചു പിടിച്ചു. രണ്ടുപേരുടെയും കൈകൾ ദീപത്തിനു ചുറ്റും ഒന്നായി ചേർന്നിരുന്നു. ആ ദീപനാളത്തിൻ്റെ നേരിയ ചൂടിനേക്കാൾ അവൻ അനുഭവപ്പെട്ടത് അവളുടെ കയ്യിലെ തണുപ്പിനായിരുന്നു. അത് അവൻ്റെ വിരലുകളിലൂടെ ഹൃദയത്തിലേക്ക് പടരുന്നത് പോലെ അവന് തോന്നി. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഗൗരിയുടെ കണ്ണുകളിലെ തിളക്കം ആ ദീപനാളത്തേക്കാൾ പ്രകാശമുള്ളതായി അവനു തോന്നി. പെട്ടെന്ന് ബോധോദയമുണ്ടായതുപോലെ ദേവൻ പതുക്കെ കൈ പിൻവലിച്ചു. കാറ്റിനെ മറച്ചു പിടിച്ചിരുന്ന അവളുടെ വിരലുകളിലേക്ക് ഒരു നിമിഷം അവൻ്റെ നോട്ടമെത്തി. ചതഞ്ഞ വിരലുകൾ നീലിച്ച് കിടക്കുന്നത് കണ്ട് ഉടനെ അവൻ അവളുടെ കൈ പിടിച്ച് നിവർത്തി ചോദിച്ചു, എന്താ ഇത്? അവൾ അവളുടെ കൈ അവൻ്റെ കയ്യിൽ നിന്നും വലിച്ചെടുത്ത് ദീപവുമായി പുറത്തേക്ക് നടന്നു. അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. അറിയാതെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ കൈവിരലുകളിലെ സ്പർശനം അപ്പോഴും അവൻ്റെ കൈവെള്ളയിൽ ബാക്കിയുള്ളതായി അവന് തോന്നുന്നുണ്ടായിരുന്നു. അവൻ ആ കൈവെള്ളയിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ചെന്ന് കയ്യിലുണ്ടായിരുന്ന ലാപ്ടോപ്പ് ബാഗ് ലിവിംഗ് ഹാളിലെ സെറ്റിയിൽ വെച്ച് അവൻ്റെ കോട്ടഴിച്ച് അതിന് മുകളിലിട്ട് സെറ്റിയിലിരുന്നു. ദേവൻ അവിടെ ഇരിക്കുന്നത് കണ്ട് രാമേട്ടൻ അവന് ചായ കൊണ്ടുവന്ന് കൊടുത്ത് കിച്ചണിലേക്ക് തന്നെ പോയി. അവൻ ആ ചായ വാങ്ങി ടീപ്പോയിൽ വച്ചു.
ഗൗരി ദീപം തിരികെ കൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ചതിന് ശേഷം പുറത്തേക്ക് വരുന്നത് കണ്ട് ദേവൻ അവിടുന്ന് എഴുന്നേറ്റ് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് വിരലുകൾ നിവർത്തി വീണ്ടും ചോദിച്ചു, എന്താ നിന്റെ വിരലുകൾക്ക് പറ്റിയത്? പിന്നെയും അവൾ അവളുടെ കൈ അവൻ്റെ കയ്യിൽ നിന്ന് വലിച്ചെടുത്ത് അവിടുന്ന് നടന്നു. അവൻ പിന്നാലെ ചെന്ന് അവളെ പിടിച്ച് അവളുടെ റൂമിലേക്ക് കൊണ്ടുപോയി ഡോർ അടച്ച് വീണ്ടും ചോദിച്ചു, പറയ്, വിരലുകൾക്ക് എന്താ ഈ നിറം? നമ്മുടെ കല്യാണത്തിൻ്റെ അന്ന് മൈലാഞ്ചി ഇട്ടതാ, ഒരാഴ്ച കഴിഞ്ഞെങ്കിലും ഇതുവരെ പോയിട്ടില്ല, അവൾ മറുപടി പറഞ്ഞു. അവൻ അവളുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ദേഷ്യം വന്ന് അവൾ പറഞ്ഞു, അറിയില്ലല്ലേ ഇതെങ്ങനെയെന്ന്? താലികെട്ടി തട്ടിക്കൊണ്ടുവന്ന ഭാര്യയെ കാമുകി കാണാതെ ഒളിപ്പിച്ചത് ഓർമ്മയുണ്ടോ? ആ സമയത്ത് അവൻ ആ സംഭവം ഓർത്തു നോക്കുന്നു. ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടല്ലേ? അവൾ ചോദിച്ചു. അത് കേട്ടതും അവൻ്റെ ഉള്ളമൊന്ന് പിടഞ്ഞു. അവൻ്റെ കൈ അവൻ അറിയാതെ അവളുടെ വിരലിനെ സ്പർശിക്കാൻ ചെന്നു.